ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ മെഡൽ ഉറപ്പിച്ച് ഇന്ത്യ. ഡബിൾസിൽ ട്രീസ ജോളി, ഗായത്രി ഗോപിചന്ദ് സഖ്യം സെമിയിലെത്തി. ക്വാർട്ടറിൽ ചൈനീസ് സഖ്യത്തെ തോൽപ്പിച്ചാണ് ഇന്ത്യൻ താരങ്ങളുടെ മുന്നേറ്റം. വിവരങ്ങളുമായി ഖിലാഫ് അഹമ്മദ് ചേരുന്നുണ്ട് സ്പോർട്സ് ഡെസ്കിൽ നിന്ന്. ഖിലാഫ്, കഴിഞ്ഞ ദിവസം മത്സരം വലിയ ആവേശ പോരാട്ടമായിരുന്നു. അതിനൊടുവിലാണ് ഇപ്പോൾ നിർണായകമായ മെഡൽ ഉറപ്പിച്ചുകൊണ്ടുള്ള മുന്നേറ്റം നടന്നിരിക്കുന്നത്. വിവരങ്ങളെന്താണ്? തീർച്ചയായും ഗൗതം, നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു മത്സരത്തിൽ ഏറ്റവും ആവേശഭരിതമായ മത്സരം തന്നെയായിരുന്നു. 4ാം സീഡായിട്ടുള്ള വനിതാ ഡബിൾസിൽ 4ാം സീഡായിട്ടുള്ള ചൈനീസ് സഖ്യത്തോടെ ഇന്ത്യ നടത്തിയത്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് 15 വർഷത്തിന് ശേഷം ഇന്ത്യ ഒരു വനിതാ ഡബിൾസിൽ ഒരു മെഡൽ ഉറപ്പിച്ചിരിക്കുന്നു എന്നതാണ്. ഏറ്റവും ഒടുവിൽ ഇന്ത്യ 2011 വനിതാ ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിലാണ് ഡബിൾസിൽ ഒരു മെഡൽ ഉറപ്പിച്ചത്. അന്ന് അശ്വിനി പൊന്നപ്പയും അതേപോലെ തന്നെ ജ്വാല ഗുട്ടയുമായിരുന്നു അന്ന് ഒരു വെങ്കല മെഡൽ ഇന്ത്യക്ക് നേടിത്തന്നത്. അതിനുശേഷം പിന്നീട് ഇന്ത്യക്ക് ഒരു മെഡൽ നേടാൻ വനിതാ ഡബിൾസിൽ സാധിച്ചിരുന്നില്ല. എന്തായാലും ഇന്നത്തെ ഒരു മത്സരത്തിൽ ട്രീസ ജോളിയും അതേപോലെ തന്നെ ഗായത്രി ഗോപിചന്ദ് സഖ്യവും ഒരു മികച്ച രീതിയിലുള്ള മുന്നേറ്റം തന്നെയാണ് കാഴ്ചവെച്ചത്. ആദ്യ ഗെയിം ചൈനീസ് സഖ്യത്തോട് ഇന്ത്യ കൈവിട്ടെങ്കിലും തൊട്ട് പിന്നാലെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഗെയിമുകൾ സ്വന്തമാക്കിക്കൊണ്ടാണ് ഇന്ത്യ സെമിയിലേക്ക് മുന്നേറിയത്. കൂടാതെ ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ട്രീസ ജോളി ഒരു മലയാളിയും കൂടിയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഇല്ലെങ്കിൽ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമായ നേട്ടം കൂടിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് അർജുന പുരസ്കാരം നേടിയത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ വീണ്ടും ഒരു സെമിയിലേക്ക് എത്തിച്ചുകൊണ്ട് കായിക മേഖലയിൽ ട്രീസ ജോളിയെ ഓരോ ഉയരങ്ങൾ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ മത്സരത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യ ആദ്യ 16-21 ആദ്യ ഗെയിം വിടുന്നു. തൊട്ടു പിന്നാലെ തന്നെ 21-15 എന്ന നിലയിൽ രണ്ടാമത്തെ ഗെയിം സ്വന്തമാക്കുന്നു. തൊട്ടു പിന്നാലെ നിർണായകമായ മൂന്നാം സെറ്റ് 21-13 സ്വന്തമാക്കിക്കൊണ്ടാണ് സെമിയിലേക്ക് മുന്നേറിയത്. എന്തായാലും ഒരു മെഡൽ ഇന്ത്യ ഉറപ്പിച്ചിരിക്കുന്നു. ഇന്ന് മറ്റൊരു മത്സരത്തിൽ പുരുഷ ഡബിൾസിൽ സാത്വിക് ചിറാഗ് സഖ്യവും ഇന്ന് കളത്തിലിറങ്ങുന്നുണ്ട്. ഗൗതം. ശരി, ഖിലാഫ് അഹമ്മദാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.